അതെ, ഒരു കാര്യം പറയാൻ നിങ്ങളോട്. എന്റെ വളപ്പ് കടന്നൂടാ. നിങ്ങളുടെ വളപ്പിലേക്ക് ചവിട്ടാൻ വന്നല്ലേ. എന്റെ കാര്യം പറയട്ടോ മനുഷ്യ. നിങ്ങളിപ്പോ ഇങ്ങോട്ടോടക്ക് വരുന്ന ആൾക്കാരുടെ മുഴുവൻ എന്റെ മുറ്റത്ത് കൂടെ വരുന്ന എന്റെ കാര്യം എന്താന്ന് അറിയണം. എന്റെ മുറ്റത്ത് വരുന്നത് നിന്റെ മുറ്റത്ത് ആരാ വരുന്നത്? എന്റെ മുറ്റത്ത് വരുന്നില്ല. ഇങ്ങോട്ടോടക്ക് കല്യാണം വിളിക്കാൻ വരുന്ന ആൾക്കാർക്ക് എന്റെ മുറ്റത്ത് കൂടെ വരില്ല. എന്റെ അടുത്ത് കല്യാണം വിളിക്കാൻ വരുന്നത് അതിനെ വരുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം, അല്ലാണ്ട് എന്റെ കുടുംബക്കാരല്ലേ. അത് കൊറേ ദൂരെ ഒരു കിലോമീറ്റർ വളഞ്ഞിട്ട് ആള് വരൂല, അടുത്ത് കാണുന്ന വഴിയിലൂടെ വരും. അങ്ങനെ പറ്റില്ല. അങ്ങനെ എളുപ്പ വഴിക്ക് വരാനുള്ള എന്റെ കുടുംബം. പിന്നെ നിങ്ങളെ ഈ നായി പല തവണ എന്റെ മുറ്റത്ത് വന്നിട്ട് തൂറിയിരുന്നേ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളായി. അയ്യോ, നായോട് ഞാൻ പറയാ, പട്ടിയെ നീ കോയന്റെ മുറ്റത്ത് പോയി തൂറല്ലേ എന്ന് പറയാ. പട്ടീന്റെ ഭാഷ അറിയാത്ത പറഞ്ഞല്ലേ ഞാൻ അതിനെ വളർത്താത്ത. അവിടെ നിങ്ങളല്ലേ 4 നേരം തിന്നാൻ കൊടുത്തിട്ട് ഈ സാധനത്തിനെ വളർത്തണേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലാണ്ട് എല്ലാവരും മുറ്റത്ത് പോയിട്ട് തൂറല്ല. ഏത് മനുഷ്യൻ കാണുമ്പോ പട്ടി ഒരു മുറ്റത്തെ പോയി എന്ന് പറഞ്ഞിട്ട് നീ ഏത് ലോകത്ത്? ഈ ലോകത്ത് തന്നെയാണ്. ഞാൻ എന്തുണ്ടല്ല വേണ്ട, ഞാൻ എന്റെ വായിലിരിക്കണ കേക്കണ്ട. നിങ്ങള് ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞണ്ടല്ലോ പച്ച തെറി പറയും. ഞാൻ എന്റെ പാലിനാക്ക് അവിടെ കിടന്നിട്ട് ഞാൻ എന്താ പറയാത്തിട്ടുണ്ടോ? ഞാന് ഒരു തെറി നിങ്ങളെ പേടിച്ചിട്ടല്ല തെറി പറയാത്ത, പടക്കാണ് പേടിച്ചിട്ടാണ്. നീ പടച്ചോളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ തെറിയോടാ വഴി, ജനം നടക്കുന്ന വഴി. ആ പറ്റിയുടെ മാതിരി നായുടെ മാതിരി തന്നെ കുറച്ചോളി. രണ്ടെണ്ണം അങ്ങനെ ഇതായിക്കണ്ട പോന്നെ. പിന്നെയും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കുത്തിയിരിക്കുമ്പോ തിരക്കില്ല. മതിയാ ഇവിടെയാ? അതെ, രാഘവേട്ടന്റെ വീട് ഇവിടെ തന്നെയല്ലേ? അത് നേരെ അങ്ങോട്ട് പോവാ. അല്ല, അവിടെ വണ്ടി പോകൂല അങ്ങോട്ടേക്ക്. ആണോ? നേരെ പോയി കഴിഞ്ഞ സൈഡിൽ കൂടെ പോയി അവിടെ നിന്ന് ആരോടും ചോദിച്ചാൽ മതി. നിങ്ങളെ പൈസ എത്രയാ? 90. 90 രൂപയോ? എന്റെ ഇതുവരെ 90 കേട്ടില്ല. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ വന്നില്ലല്ലോ നമ്മള്. മിക്സിയിലിട്ട മാതിരി എമ്മാതിരി റോഡാണ് ഇതിലൊക്കെ. ആരെയും റോഡ് ഇപ്പൊ എല്ലാ റോഡിന്റെ കഥ കണക്കാണ്. നിങ്ങൾ മീറ്റർ ഇട്ടില്ലല്ലോ. മീറ്റർ വർക്ക് ചെയ്യില്ല. അതാണ് നിങ്ങളെ കുഴപ്പം. ഒരു ഓട്ടോറിക്ഷന്റെ മീറ്റർ വർക്ക് ചെയ്യില്ല. മീറ്റർ നല്ലപോലെ വർക്ക് ചെയ്തേന്. ഇവിടെ ഒരു 3-4 കട്ടർ കറങ്ങിയപ്പോ മീറ്ററൊക്കെ കൂടി വടക്കു നോക്കി എന്തായതാ ഒരു വർത്തമാനം. 90 രൂപ ഞാൻ തരൂല. 90 രൂപ നിങ്ങൾ തരൂലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിവരം അറിയും. എന്തായാലും 90 രൂപ തരാൻ പറ്റില്ല. 90 രൂപ കുറച്ച് കൂടുതൽ തന്നെയാ. നിങ്ങൾ ഈ ചെറ്റ വർത്താനം പറയുന്നത്. ഞാൻ എന്റെ സ്വഭാവം ഭയങ്കര പെടക്കാ. ചെറ്റ പൊരിക്കുന്ന വർത്താനം നിന്റെ അടുത്ത് വേണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ആരും ഞാനൊരു വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഏറെ എംപ്ലോയമാരി നിൽക്കണം. അങ്ങനെ എപ്പോഴും എടുത്തോ, പൈസ എടുത്തോ. പിച്ചക്കാർ കൊടുക്കണായിരുന്നു വേണ്ട. അല്ലെങ്കിൽ എടുത്തോ, ഈ നന്നാവട്ടെ. 100 രൂപ ഞാൻ ഇവിടെ നന്നാവാ. 3 സെന്റ് സ്ഥലം. 10 രൂപ എടുക്ക്. 10 രൂപ അടുത്ത് ചില്ലറില്ല. 100 രൂപ ആയോ പോട്ടത്തിന്? 100 രൂപ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്ത് തരണല്ലോ. ഗൂഗിൾ പേ ചെയ്യാ. ചില്ലറൊക്കെ കൊണ്ടുനടക്കണം ഫോട്ടോക്കാര്. ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? നമ്പർ ഇടിക്ക്. ഞാൻ എടുക്കാം. സ്കാൻ ചെയ്തു. സർവർ കംപ്ലൈന്റ് ആട്ടോ. അപ്പൊ എന്താക്കും ഇനി 10 രൂപയ്ക്ക്? 10 രൂപ ഞാൻ തരേ. ഞാൻ ആ മൂല വരെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കി തന്നെ 10 രൂപ മുതലായി തരാം. എന്താ ആളോ എന്താക്കി? എനിക്ക് പോണ്ട ഇങ്ങോട്ടല്ലേ, ഇന്നെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? സർവർ കംപ്ലൈന്റ് ആയാൽ ഞാനിപ്പോ അതൊരു പണി. സർവർ ഓക്കെ ആകുമ്പോ ഇങ്ങോട്ട് ആക്കി കേട്ടോ. എത്തിയില്ലെങ്കിൽ ഞാൻ അതിന്റെ പണി ഞാൻ ഏറ്റ്. അത് ഗൂഗിൾ പേ നമ്പർ അല്ല. മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പൈസ എത്തിയില്ലെങ്കിലേ ഞാൻ അന്വേഷിച്ച് വരണ്ട്. ചെല്ല്. അതെ, ഇവിടെ ഒരു രാഘവേട്ടന്റെ വീട് എവിടെയാ അറിയോ? ഏതാ? രാഘവേട്ടൻ ഏത്? നമ്മളെ മരിച്ചുപോയ രാഘവേട്ടൻ്റെയാ? രാഘവേട്ടൻ മരിച്ചോ? രാഘവേട്ടൻ മരിച്ചുപോയല്ലോ. അയ്യോ, ഞാനേ വില്ലേജ് ഓഫീസിൽ മൂപ്പർക്ക് ഒരു ജപ്തി നോട്ടീസ് ആയിട്ട് വന്നാണല്ലോ. അത് ശരി. മിനിറ്റ്, ഞാൻ അഡ്രസ് പറഞ്ഞു. വെണ്ടക്കാത്തൊടിയിൽ രാഘവൻ, PK രാഘവൻ. വെണ്ടക്കാത്തൊടിയില് ഇത് മരിച്ചുപോയ പൂക്കോയത്ത് രാഘവേട്ടനാ. വെണ്ടക്കാത്തൊടിയിൽ എവിടെയാ? അത് ഇവിടുന്ന് നിങ്ങൾ ബാക്കോട്ട് പോയാൽ മതി.
അവിടുന്ന് വരുന്ന ഇങ്ങോട്ട് വഴി ഇവിടെ നിങ്ങൾ നേരെ പോവാ. ആ. നേരെ പോകുമ്പോ അവിടുന്ന് വലത്തോട്ട് എടുക്കുക. വലത്തോട്ട് ചെറിയ റോഡ് ഉണ്ടാവും. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കട്ട് റോഡ് കാണാം. ആ കട്ട് റോഡ് കയറി കഴിഞ്ഞാല് അവിടെ ഫുള്ള് ഇപ്പൊ വെള്ളം നിറഞ്ഞ് ഫുള്ള് എന്താ പറയാ ഫുള്ള് വെള്ളം കയറി കിടക്കുക. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് കിടക്കുമ്പോ പൂവങ്കോയ എന്ന് പറഞ്ഞ ആളെ വീട് ചോദിച്ചാൽ മതി. പൂവങ്കോയ. അപ്പൊ മൂപ്പരെ വീട്ടിൽ തൊടിയിലോട്ട് കയറി കഴിഞ്ഞാല് ഈ രാഘവേട്ടന്റെ വീട്ടിലെത്തും. എന്നാ ശരി കേട്ടോ. ശരിയാണ്. നടത്തം തന്നെ. എന്താ ചെയ്യ, ഒരു സാധനം അന്ന് മുറ്റത്ത് തുണക്കാൻ പറ്റില്ല. ഇതനക്ക് ഇങ്ങനെ വയറുന്നറിയ തിന്നു പോവാനിത് സപ്ലൈക്കോല അരി അല്ലത്. ദാദിവേല കൊടുത്തിട്ട് ആ അദ്രൈമൂന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഒരു മണി അരിയാ പോയ എന്റെ കയ്യാ പോണത്. 38 റുപ്യയുടെ അരിക്ക് 45 റുപ്യയുടെ കണ്ണാടിയാ വെച്ചേക്കണത്. എന്നിട്ടും കാക്കക്കുണ്ട് നല്ല കൂസല്. അതെ, എവിടക്ക പോണ്? ഇങ്ങോട്ട് വരി. ഞാൻ നമ്മള് രാഘവേട്ടന്റെ വീട്ടിലേക്കാ. അത് കോയയുടെ വീടാണ്. അല്ല, അത് മനസ്സിലായി. ഇതിന്റെ പുറകിലല്ലേ രാഘവേട്ടന്റെ വീട്? പുറകിൽ തന്നെ വീട്. അപ്പൊ ഇതിലാണ്ട് പോവാ. ഇതിന് പോണ്ട ഇവിടേക്ക്. രാഘവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പുറകിൽ കൂടെ പോവാൻ വേണ്ടിട്ടല്ല ഞാൻ കായോർത്തി ഈ സ്ഥലം മേടിച്ചിട്ടേക്കണത്. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണേ. നിങ്ങൾ ഏത് പകർന്നു വന്നാലും വേണ്ടിയില്ല, അദ്ദേഹം പോവാൻ പറ്റില്ല. അല്ല, ഞാൻ ഇതിലേ കൊണ്ട് പോയിക്കോളാം. എളുപ്പല്ലേ പോവാൻ? പോവാനൊക്കെ എളുപ്പമുണ്ട്. പതിയേനെ പോവാ വെച്ചാ ഒരു 1.5 കിലോമീറ്റർ വളഞ്ഞിട്ട് പോണം രാഘവന്റെ അവിടേക്ക്. 50 മീറ്റർ ഉള്ളു. പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല. അതല്ലേ കളി. എനിക്കിഷ്ടല്ല. അല്ല, ഞാനിവിടെ ഒരാളോട് വഴി വെച്ചപ്പോഴേ അയാൾ പറഞ്ഞൊരു പൂവങ്കോയന്റെ തൊടി കൂടെ കണ്ട് പോയാൽ മതി. പൂവങ്കോയന്റെ ആരങ്ങനെ പറഞ്ഞു? അവിടെ ഒരു പണിയെടുക്കുന്ന ഒരാള് റോഡിന്റെ സൈഡിൽ. അയാൾ പറയാ പൂവങ്കോയാന്ന്. ആരാ പൂവങ്കോയ? പൂവങ്കോയ ഓന്റെ വാപ്പ. നിങ്ങളോട് പറഞ്ഞില്ലേ ഓന്റെ വാപ്പ പൂവങ്കോയ, അല്ലാണ്ട് ഞാനല്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ മാമാടോടുന്ന് ഒരു പൂവങ്കായുടെ ഒരു കൊല ഞാൻ വെട്ടി. ദാരിദ്ര്യം കൊണ്ടാണ്. അന്ന് അത് വെട്ടിയപ്പോ എന്റെ മാമാടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് വെട്ടിക്കോ ഈ എന്താച്ചാ ചെയ്തോ പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത്. അന്ന് മുതൽ ഈ കള്ളൈമാറുകൾ എന്നെ വിളിക്കാൻ തുടങ്ങിയതാണ് പൂവങ്കോയാന്ന്. ഇപ്പൊ ഇതൊന്നും അറിയില്ലോ. അതെ, അങ്ങനെ പൂവണ്ട. അങ്ങനെ ഞാന് ഇല്ല പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു തന്നെ. പക്ഷെ നിങ്ങൾ ഇന്നെ പൂവങ്കോയാന്ന് വിളിച്ചു. ഇനി ഇതേ പോവാൻ പറ്റില്ല. അല്ല, ഇനി ഞാൻ പൂവങ്കോയെന്ന് വിളിക്കൂല. നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം വിളിക്കുന്നു? ഇപ്പോഴും പറഞ്ഞില്ല നിങ്ങൾ വിളിക്കണ്ടെങ്കിൽ നിങ്ങൾ ഇതേ പോവണ്ട. അത് നടക്കൂല. വേറെ വഴി വേറെ വഴിയുണ്ട്. 1.5 കിലോമീറ്റർ പോണം. ഇതേനെന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം. ഞാൻ സമ്മതിക്കൂല. രാഘവന്റെ അവിടെ ചെല്ലുമ്പോ നിങ്ങള് പറഞ്ഞോളി ഇതേനെ കടക്കാൻ നോക്കിയപ്പോ സമ്മതിക്കാണ്ട് 1.5 കിലോമീറ്റർ അതേനെ വളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് കൊണ്ടിട്ട് പറഞ്ഞോളേട്ടാ. അത് ഓൻ കേട്ടൊക്കെ ഒരു സുഖാണേ. എന്നാ പൊയ്ക്കാം. പൂവങ്കോയ പോട്ടാ. കള്ളി മാറ എന്റെ മാപ്പാണ് പൂവങ്കോയ. കള്ള തച്ചാലേ ഓന്റെ അടുക്ക് വരുന്നവരും ഓനൊക്കെ ഒരു ജാതിയായിരുന്നു. ജാലികള് പാക്കയായിരുന്നു. ഇവിടെ കടന്നിട്ട് കാക്കാണ്ട്. പൂവങ്കോയി അല്ലേ അത്? അല്ല, ചാത്തൻകോയി. എന്റെ പേര് ഞാൻ എന്നെ പറഞ്ഞ് കളിയാക്കുക. വളവ് നേരെ വാ. എന്നിട്ട് നേരെ വന്നിട്ട് ഒരു കോയന്റെ വീടുണ്ട്. പൂവങ്കോയ പറഞ്ഞ ആള് പറഞ്ഞു തരും. അതെ, അതിന്റെ ഗേറ്റിന്റെ അടുത്ത് ആള് വെക്കാം. എന്നിട്ട് മുറിയെ ഒരു പറമ്പേ, ആ പറമ്പേ ഇങ്ങോട്ട് കിടക്കണ്ടോ എന്നാ എന്റെ പറമ്പായി. പിടിച്ചിട്ട് അതിലെ കൂടെ ഓനെന്തെങ്കിലും ഉടക്ക് പറയും. അന്നേരം ചടക്കാണ്ട് പോടാന്ന് പറഞ്ഞാൽ മതി. ഓനെന്തെങ്കിലും നൊടിഞ്ഞോണ്ടിരിക്കും. ആയിക്കോട്ടെ. അതെ, രാഘവൻ എന്ന് പറഞ്ഞ ആളെ വീട് കാണോ? അതെ, എന്റെ വീട് തന്നെ. ഞാനാ രാഘവൻ. ശരി. ആരാ? എന്ത് പറ്റിയേ? ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരും. എന്റെ ഒരു മൊയ്തൂന്നാണേ. അപ്പൊ ഞാൻ ആ തോട് മുറിച്ചടക്കാൻ വേണ്ടി ചാടിയായിരുന്നു. ചാടിയപ്പോ ചടിയിൽ വീണല്ലേ? ആകെ വീണൊക്കെ മുറിഞ്ഞു. അതില് വളഞ്ഞു വന്നിനി. ഇത് ഈ കോയന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് കടന്നാ പോരെ? കോയന്റെ വീട്ടിൽ കൂടെ വരാനാണ് നിന്നത്. പക്ഷെ കോയ സമ്മതിച്ചില്ല. ഓനെ അരപ്പനാണ് ചറ്റിയത്. നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണേ. അതിലെ വിടൂലെന്ന് നിങ്ങളോട് പറയണം. ഓൻ പറയും. എന്നിട്ട് ഞാൻ അതിലെ ചുറ്റി പറഞ്ഞു വന്ന അതപ്പോ വീണല്ലേ? എന്തെങ്കിലും വന്ന് എന്താ കാര്യം? ഞാനേ നിങ്ങൾക്ക് ഒരു ജപ്തി നോട്ടീസ് തരാൻ വേണ്ടി വന്നാ. ജപ്തി നോട്ടീസാ?
എന്തിന്റെ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാവും, അടിക്കാത്തതിന്റെ ആയിരിക്കും. അപ്പൊ നിങ്ങള് വില്ലേജ് ഓഫീസ് വരെ ഒന്ന് വരും വേണം കേട്ടോ. പേടിക്ക്. എന്നേലും കുറച്ച് വൈകിട്ട് വന്നാൽ മതിയായിരുന്നല്ല. അതെ, എനിക്കിതൊന്ന് കഴുകേണ്ടി കഴുകാൻ പറ്റുമൊന്ന് കഴുകിയാലും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇനിയും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ തിരക്കാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട 1-2 സങ്കടങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനുവാദത്തോടുകൂടി അറിയിക്കാനായിട്ട് അല്പസമയം എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും എന്നുള്ള സത്യം. അതിവിടെ ആവാലവൃദ്ധ ജനങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏറെ സങ്കടമെന്ന് പറയട്ടെ, ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും താഴെയുള്ള വില്ലേജ് ഓഫീസിലെ ഈ ഫീൽഡ് അസിസ്റ്റന്റുമാർ ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥ, അത് എന്നെങ്കിലും സാറിനെ കാണുമ്പോൾ നേരിട്ട് അറിയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഇന്നും നമ്മുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർ ഫീൽഡിൽ പോകുന്നത് അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കിയിട്ടാണ് പോകുന്നത്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും വാഹനം അനുവദിച്ചപ്പോഴും നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഫീൽഡ് അസിസ്റ്റന്റുമാർ ഇപ്പോഴും ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. എന്തിനേറെ പറയുന്നു, മണൽ കടത്ത് പിടിക്കാനായിട്ട് റിവർ മാനേജ്മെന്റ് വഴി ഇന്നോവ ക്രിസ്റ്റ കാറാണ് അനുവദിച്ചത്. ആ സമയത്തും നമുക്ക് ഒരു പരിഗണനയും തന്നില്ല എന്നുള്ളത് ഏറെ സങ്കടമുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർക്ക് വേണ്ട പരിഗണന നൽകണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കും. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ, മിത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ മന്മഥൻ പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അതായത്, ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം റവന്യൂ ഡിപ്പാർട്ട്മെന്റും കാണും. അതിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പല കാലങ്ങളിലായി പറഞ്ഞിട്ടുള്ള പരാതികൾ നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം വളരെ ന്യായമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റവന്യൂ റിക്കവറി, തർക്കഭൂമി സന്ദർശനം, കെട്ടിടങ്ങളുടെ ഒറ്റത്തവണ നികുതി പിരിവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടൊരു വാഹനം എന്ന് പറയുന്നത് ഒട്ടും അധികമല്ല, അത് വളരെ ന്യായമായ കാര്യമാണ്. കഴിഞ്ഞ ശമ്പള കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു വാഹനം അനിവാര്യമാണ് എന്ന് കണ്ടെത്തുകയും അത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഹനമില്ലാതെ ഇനി ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് പറയുന്നു, ഈ ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു ഇലക്ട്രിക് കാർ, എന്താണ് ഇലക്ട്രിക് കാർ, ഒരു ഇലക്ട്രിക് കാർ അനുവദിക്കുന്നതാണ് എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പരാതികൾ ഉണ്ടെങ്കിൽ അത് അവർ പറയാതെ തന്നെ നിവർത്തിച്ചു കൊടുക്കേണ്ടത്, സാധിച്ചു കൊടുക്കേണ്ടത് മേലുദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും കർത്തവ്യമാണ്. മറ്റൊന്നും പറയുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. സാറേ, മധുര കഴിക്കി മോനാ, സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട. അല്ലെ, ലഡുലോദിക്കാൻ മതിയോ? ലഡു തുടക്കത്തിലല്ലേ. നമ്മളെ അവിടെ പോയപ്പോ മന്ത്രിയുടെ പ്രസംഗം കേട്ടോ. ഞാൻ കയ്യു കൊടുക്കാൻ അങ്ങോട്ട് കേറിയതാണേ. ആ കുരുത്തം കേട്ട SI എന്നെ തടുത്തു. അത് അയാളുടെ ഡ്യൂട്ടി അല്ലേ, മന്ത്രിനൊക്കെ കയറി കണ്ട് പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്?
എന്തായാലും മന്ത്രി അത് പറഞ്ഞപ്പോണ്ടല്ലോ, ആ മന്ത്രിന്റെ ശബ്ദത്തിലുണ്ട് ആ കാറ് പെട്ടെന്ന് അനുവദിക്കുന്നുള്ളത്. എത്ര പെട്ടെന്ന് അനുവദിക്കില്ല. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സേവനം നടത്തുന്ന എല്ലാ സർക്കാർ ഓഫീസുകളുടെയും കീഴ്ജീവനക്കാരുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് മേലധികാരികളും ഭരണാധികാരികളും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ സാറേ രോമൊക്കെ എണീറ്റിട്ടേ. സത്യാണ്, സാധാരണക്കാരുടെ മനസ്സ് മനസ്സിലാക്കി. അതാണ്. ഗുഡ് മോർണിംഗ്. എന്താ ബർത്ത്ഡേ ആണ് ലഡ്ഡു? അല്ല, ബർത്ത്ഡേ അല്ല, മന്ത്രി കാറ് അനുവദിക്കുന്നു പറഞ്ഞല്ലോ, അതിന്റെ ഒരു സന്തോഷത്തിന്. അതിനിപ്പോഴേ ലഡ്ഡു വിതരണം ചെയ്തോ? അതെ, സർക്കാരിന്റെ കാര്യമാണ്. കാറൊക്കെ കിട്ടിയിട്ട് ഈ ലഡ്ഡു വാങ്ങിയാൽ മതിയായിരുന്നു. അല്ല, അറിയാലോ സർക്കാരിന്റെ. എന്തായാലും മേടിച്ചല്ലോ ഒരെണ്ണം കേട്ടതാ. രാവിലെ തന്നെ മധുരം കഴിക്കണം നല്ലതാ. എന്നാൽ ശരി, നടക്കട്ടെ. ഒരു സാമാന്യ മര്യാദ ഇല്ലാത്ത സ്ത്രീയാട്ടത്. എന്തിനു നെഗറ്റീവ് അല്ലേ? എന്റെ നാക്കാരം പറ്റാഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് പറയലുണ്ടോ മാഡം? ഇപ്പൊ കാറ് കിട്ടി നോക്കട്ടെ, പിൻസീറ്റിൽ മൊലാഴ്ച ഇരിക്കുമ്പോൾ ഇരിക്കൂലേ? ഈ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞായറാഴ്ചയുള്ള അവധി ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ഇവര് ഷോപ്പിങ്ങിനും കല്യാണത്തിനൊക്കെ ഈ കാറിൽ തന്നെ കയറി നളിഞ്ഞിട്ട് പോയി. ആ ബോർഡ് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ.